Hello viewers, Namaste, welcome back to WinTrader. എൻ്റെ പേര് ഗംഗ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്റ്റാർട്ട് നമ്മുടെ WinTrader സോഫ്റ്റ്വെയർ ടെക്നിക്കൽ അനലൈസിസ് സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിംഗിൽ പെർഫെക്റ്റ് ആയിട്ടൊരു എൻട്രി എടുത്ത് ഒരു മോർണിംഗിൽ ഒരു 1 hourനുള്ളിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതായത് പ്രോഫിറ്റ് എടുത്ത് എങ്ങനെ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ അനലൈസിസ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്ന റിയൽ ടൈം ഡേറ്റയാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇത് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തിട്ട് നമുക്ക് റിയൽ ടൈമിൽ തന്നെ ഇതിൻ്റെ എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് സൈഡ് വേണമെങ്കിൽ അങ്ങനെ അത് എല്ലാ ഇൻഡിക്കേഷൻസ് റിവേഴ്സൽ ടൈമിലും ഇൻഡിക്കേഷൻ എല്ലാം തരുന്നത് സോഫ്റ്റ്വെയർ നമ്മൾ ആ ഒരു പ്രോഗ്രാം ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ലൈവ് മാർക്കറ്റിലാണ്. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയർ WinTraderനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതിൽ ലൈവ് ഡെമോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ വിളിക്കാം. 9061973737 ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്. കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സപ്പ് ചാറ്റിലോട്ട് വരാം. പിന്നെ അതെല്ലാം നമ്മൾ ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തുള്ള KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ ആഗ്രഹമുള്ളത് ഡയറക്റ്റ് വരാൻ ആഗ്രഹമുള്ളത് വരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കുക നമ്മൾ ഒരു മണിക്കൂറിനുള്ളിൽ മാത്രമേ സോഫ്റ്റ്വെയർ സിഗ്നൽസ് തരുന്നത്, അങ്ങനെയല്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയറിനകത്ത് ഇട്ടിരിക്കുന്ന റിയൽ ടൈം ഡാറ്റ അത് മാർക്കറ്റ് എങ്ങനെയാണ് അതനുസരിച്ച് സോഫ്റ്റ്വെയർ സിഗ്നൽസ് തരും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആസ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ, അതായത് ഇപ്പം നമ്മൾ ട്രേഡിംഗ് ഒരു നിങ്ങൾ ഗാംബ്ലിംഗ് പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായി നമുക്ക് അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊരു 1 hourനുള്ളിൽ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ആ 1 hourനുള്ളിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഒരു 1 hourനുള്ളിൽ ഒരു മാർക്കറ്റിൽ ഒരു ട്രെൻഡ് വരും. റെയറായിട്ട് മാത്രമേ ചില ദിവസങ്ങളിൽ ഇങ്ങനെ വരാതിരിക്കത്തുള്ളൂ. ആ ഒരു ടൈമിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ആ ഒരു ട്രെൻഡ് വരുമ്പോൾ മോസ്റ്റ്ലി പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉള്ള ആ ഒരു ടൈമിലാണ്. അപ്പോൾ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുക, പിന്നെ മാർക്കറ്റിലോട്ട് നോക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി എന്നൊരു പ്രോഫിറ്റിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ചെയ്യാവുന്നത്? കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുന്ന ഏത് പ്രീമിയമാണ് ഏത് സ്ട്രൈക്കാണ് അതിനകത്ത് നമുക്ക് സിഗ്നൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ നമുക്ക് എവിടെ നമ്മൾ എൻട്രി ചെയ്യണം, എങ്ങനെ എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം, ഏത് ലെവലിൽ എക്സിറ്റ് എടുക്കണം, നമുക്ക് ഒരു ഫുൾ ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്കൊരു ഓപ്ഷൻ ചാർട്ടിൽ കിട്ടും. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 40,200 40,200 കോൾ ഓപ്ഷൻ്റെ ചാർട്ടാണ്, ഡയറക്റ്റ് ചാർട്ടാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ രാവിലെ നമുക്ക് ബൈ സിഗ്നൽ വന്നു. അത് ഈ ബൈ എടുത്ത് ഞാൻ ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ടാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഡയറക്റ്റ് ചാർട്ട് ഇതാണ്. അപ്പോൾ നമുക്കിത് കണ്ട മാർക്കറ്റ് റേറ്റ് 40,552. ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ഇന്നലത്തെ ഒരു ബൈയുടെ കണ്ടിന്യൂഷൻ ആയി നടന്നത്. അതുമല്ല നമുക്ക് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു പ്രീവിയസ് ഡേ ആ റെസിസ്റ്റർ ലെവലിലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ 40,400 അറൗണ്ട് ആയിരുന്നു മാർക്കറ്റ് റൺ ചെയ്തിരുന്നത്. അതാണ് നമ്മൾ നേരെ ചെന്ന് ആ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ചെന്ന് 40,200 എടുത്തത്. ഇൻ ദ മണിയിൽ എടുത്തത്. ഇൻ ദ മണി പോകാം, അറ്റ് ദ മണി പോകാം, ഔട്ട് ഓഫ് ദ മണി പോകാം. നമ്മുടെ അകത്ത് എല്ലാ ഓപ്ഷൻ ചെയിൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ട അത് സെലക്ട് ചെയ്യാം. അപ്പം ഞാനത് സെലക്ട് ചെയ്യും. ഇപ്പം ഇപ്പം നോർമലി ഇതാണ് ബാങ്ക് നിഫ്റ്റി ചാർട്ട്. അപ്പം നമ്മൾ 40,200 ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സെലക്ട് ചെയ്ത ചാർട്ട് ഇതാണ്. ബാക്കി നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് നമ്മൾ അതായത് നിങ്ങൾ ഏത് സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യുന്നത് ആ സ്ട്രൈക്കിൻ്റെ ചാർട്ടിലാണ് ബാക്കി ട്രേഡിങ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കണ്ടോ അവിടെ നോക്കിയപ്പോൾ അവിടെ ഓൾറെഡി ഡയറക്റ്റ് സിഗ്നൽ ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലത്തെ ട്രെൻഡ് കണ്ടിന്യൂ ആണ്. ഓൾറെഡി അത് ബ്രേക്ക് ചെയ്താണ് കയറി വന്നത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ആ ഓപ്ഷൻ ചാർട്ട് ഇരിക്കുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ഫ്രഷ് സിഗ്നൽ ഉണ്ട്. നമുക്ക് ബൈ വന്നത് 40,200 കോൾ ഓപ്ഷൻ നമുക്ക് ബൈ വന്ന് 328.85 9:20 വന്നു. ഇപ്പോൾ 117 പോയിന്റ് മുകളിലാണ് മാർക്കറ്റ് ഓൾറെഡി കയറി നിൽക്കുകയാണ്. 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓപ്ഷനിൽ നമ്മൾ ഏത് സ്ട്രൈക്ക് എടുത്താലും അവിടെ ബൈ ആണ്. വെതർ ഇത് കോൾ ആണെങ്കിൽ പുട്ടാണെങ്കിൽ അവിടെ ബൈ ആണല്ലോ പറയേണ്ടത്. ഇവിടെ ഓൾറെഡി ബൈ സിഗ്നൽ ഉണ്ട്. ഗ്രീൻ അപ്പാരോ അതൊരു ബൈ സിഗ്നലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ ഒരു ബാർ ഉണ്ടല്ലോ ആ ബാർ ഗ്രീൻ ആണ് നോക്കുക. പിന്നെ പ്രൈസ് ഇവിടെ ബൈ സോൺ ആണ് നോക്കുക. ഈ 2 കൺഫർമേഷൻ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. അതായത് ആരോ വന്ന ശേഷം ബൈ സിഗ്നൽ വന്ന ശേഷം അവിടെ നമ്മൾ എടുക്കുമ്പോൾ ഓൾറെഡി ബൈ ഉണ്ടാവും. ബൈ ആരോ ഡയറക്റ്റ് ഇങ്ങനെ ബൈ ആരോ ഉണ്ടെങ്കിലും ജസ്റ്റ് നോക്കുക. താഴെ ബാർ ഗ്രീൻ ആണ്, പ്രൈസ് ബൈ സോൺ ആണെങ്കിൽ അതൊരു കൺഫേം ആണ്, സിഗ്നൽ കൺഫേം ആണ്, ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. 328.85 നമുക്ക് എൻട്രി പറഞ്ഞത്. ചിലപ്പോൾ അത് മേലിൽ അല്ലെങ്കിൽ താഴത്തെ പ്രൈസ് നമുക്ക് ടെർമിനൽ എൻട്രി ചെയ്യുമ്പോൾ കിട്ടും. ആ റേറ്റിൽ നമുക്ക് അതിനെ ട്രേഡ് എടുക്കാം. അതനുസരിച്ച് നോക്കിയാൽ താഴത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എല്ലാം അതിൽ തന്നെ കാണിച്ചു തരും. ഇപ്പോൾ ഓൾറെഡി 117 പോയിന്റ് കയറിപ്പോയി 440. അതായത് നമുക്ക് എൻട്രി ചെയ്യാൻ പറഞ്ഞ 328 നിന്ന് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 442. അപ്പോൾ നമുക്ക് എൻട്രി പറഞ്ഞ പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ലെവൽ
അതായത് നമ്മൾ 328.85 അല്ലെങ്കിൽ 330 എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യായിരുന്നു 361.70 ഫസ്റ്റ് ടാർഗറ്റ്, 388 സെക്കൻഡ് ടാർഗറ്റ്, 414 3 ടാർഗറ്റും. ഇത് 3 ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന സോഫ്റ്റ് വന്ന ടാർഗറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാറ്റസ്. നമുക്ക് സിഗ്നൽ വരുമ്പോൾ ഇൻഡിക്ക് സോഫ്റ്റ് അലേർട്ട് മെസ്സേജ് വരും, അതൊരു സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. ടാർഗറ്റ് അച്ചീവ് വരും, ട്രെൻഡ് റിവേഴ്സൽ ടൈമിൽ വരും. ഇതെല്ലാ ടൈമിലും നമുക്ക് ഈ ഇൻഡിക്കേഷൻ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും, അതൊരു സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് വന്നു. പിന്നെ ആ ഒരു 1 അവറിനുള്ളിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് വന്ന് എക്സിറ്റ് ചെയ്തേക്കുക. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് പ്രോഫിറ്റ്, ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. വളരെ റെയർ ആയിട്ടുള്ള ദിവസം മാത്രമേ ഇങ്ങനെ മോർണിംഗിൽ ഒരു ട്രെൻഡ് വരാതിരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉച്ചയും നോക്കി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഡേയ്സിൽ നമ്മൾ ആ ട്രേഡിങ് ക്ലോസ് ചെയ്യേണ്ട ടൈമായി. ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെ ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാം. അപ്പം ഇത് ഫോളോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ മെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് ഫോളോ ചെയ്യുക രാവിലെ മോർണിംഗിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഏത് ഓപ്ഷൻ വേണ്ട ഓപ്ഷൻ്റെ ചാർട്ടിലോട്ട് പോകുക, അവിടെ സിഗ്നൽ കാണും, അതിനെ ഫോളോ ചെയ്യുക. അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ അതിനകത്ത് തന്നെ കാണും. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഇതനുസരിച്ച് നമ്മൾ ഓൾറെഡി 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് ഇന്നത്തെ ലൈവ് മാർക്കറ്റാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൾ ചെയ്യുക. ഈ നമ്പറിൽ ഞാൻ തന്ന നമ്പറിൽ എന്നെ കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അറിയുകയും ചെയ്യാം. ആൻഡ് താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ.